നമസ്കാരം ഗൈസ്, ആർജിയാണ്. രാവിലെ ശരിക്കും പറഞ്ഞാല് ഉറക്കം ഒരു വെളുപ്പിന് 3 മണിക്ക് ഉറങ്ങിയതെങ്കിലും കറക്റ്റ് 8 മണിക്കൊണ്ട് എണീറ്റിട്ടുണ്ട്. അത് കറക്റ്റാണ്. എല്ലാ ദിവസവും ലേറ്റായിട്ട് ഉറങ്ങിയാലും രാവിലെ 8 മണിക്ക് എണീക്കും കറക്റ്റായിട്ട് ഏകദേശം. ഇന്ന് രാവിലെ എണീക്കുന്ന കരിയിലെ കിളികൾ വീടിന് ഉള്ളിൽ വന്നിട്ട് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി പാത്രമൊക്കെ തട്ടിമറിച്ച് അതിന്റെ ശബ്ദത്തിന്റെ ഇതിലാണ് ഞാൻ എണീക്കുന്നത്. ശ്രുതി എണീറ്റിട്ടുണ്ട്. ശ്രുതി ആ ശബ്ദം കേട്ട് എണീറ്റത്. ശ്രുതി എണീറ്റ് വന്ന് കരിയിലെ കളിയൊക്കെ തട്ടിയിട്ട് പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ട് മാവ് വരയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ്. മാവാണ് ഫസ്റ്റ് രാവിലെ തന്നെ കലക്കി വെക്കുന്നത്. ഇത് കലക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 1-2 മണിക്കൂർ നമുക്ക് ഉണ്ടാക്കാറുള്ള തേങ്ങ. അതാണ് പ്ലാൻ. കുപ്പിയിൽ വെള്ളം എടുക്കാൻ വന്നിരിക്കുകയാണ്. നമ്മള് ശരിക്കും പറഞ്ഞാല് രണ്ടിനും കുപ്പി എടുത്തിട്ടുണ്ട്. ബക്കറ്റിലെ വെള്ളം നിറച്ചിട്ട് കുപ്പിയിൽ വെള്ളം എടുത്ത് ബക്കറ്റ് നിറച്ചിട്ട് ബക്കറ്റിൽ വെള്ളം അടച്ചിട്ട് പിന്നെ കുപ്പിയിൽ എടുക്കാൻ വന്നിരിക്കുക. കാരണം ബക്കറ്റ് ഭയങ്കര ബുദ്ധിമുട്ട് എടുക്കാനായിട്ട്. ഇതാകുമ്പോൾ കുപ്പിയിൽ എടുത്താൽ മതി. ആ ഒരു പദ്ധതി ഒന്നാണ്. പിന്നെ അവളെ പറമ്പുകളെവിടെയോ കാട് വിട്ടാണോ മരം മുറിക്കണം എന്തോ കുറെ നേരിട്ട് ഒച്ചപ്പാട് ബാഗുകളൊന്നും കേൾക്കുന്നുണ്ട്. മരം മുറിക്കാന്ന് എനിക്ക് തോന്നുന്നു. ശ്രുതി പറഞ്ഞ് കാട് വിട്ടാൻ തോന്നുന്നൊക്കെ പറഞ്ഞു. നമുക്കെന്തായാലും വീട്ടിൽ പതുക്കെ പോവാം. കുപ്പിയിലെടുത്താലും വെയിറ്റ് തന്നെയാണ് ഗൈസ്. മുകളിലത്തെ മതി കുറച്ച്. ഇത് കഴിഞ്ഞ ദിവസം കിട്ടിയ കൈതച്ചക്കയാണ്, പൈനാപ്പിളാണ്. നമുക്ക് മുറിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതേ തേങ്ങ മുറിച്ചോട്ടെ. അതൊക്കെ ഉണ്ടാവുമായിരിക്കും. ശ്രുതി ഫസ്റ്റ് കഴിച്ചോട്ടെ. എങ്ങനെയുണ്ട് തേങ്ങ? മധുരം ഉണ്ടോ? നാടനായതിന്റെ ഒരു ചെറിയൊരു പൊടി മധുരം ഉള്ളൂ. പക്ഷേ കൊള്ളാം കഴിച്ചു. ഇതൊക്കെ നമ്മുടെ ഓർമ്മയിൽ തന്നെ നമ്മളെടുക്കും. നമ്മുടെ ഓർമ്മയിൽ